നിങ്ങളുടെ സ്മാർട്ട് ഫോൺസ് ഒരു ഫോൺ മാത്രമല്ല ഒരു പവേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഫ്രം ക്യാമറ സജഷൻസ് ടു പ്രെഡിക്റ്റീവ് ടൈപ്പിംഗ് വരെ നിങ്ങളുടെ ഡിവൈസ് ലേൺ ചെയ്യുക ആൻഡ് ഈവൻ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുക, നിങ്ങൾ പോലും ചിന്തിക്കാത്തുള്ള രീതിയിൽ തന്നെ. സോ നമുക്കിന്ന് എങ്ങനെയാണ് സ്മാർട്ട് ഫോൺസ് ഈ ഒരു മെഷീൻസ് ആയിട്ട് മാറുന്നതെന്ന് നോക്കാം. ആൻഡ് നിങ്ങൾക്ക് എന്താണ് ഇത് മീൻ ചെയ്യുന്നുള്ള രീതിയിൽ നോക്കാം. സോ എൻ്റെ എൻഡിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് സ്മാർട്ട് ഫോൺ എന്നുള്ളത് ജസ്റ്റ് സ്പെക്സും പരിപാടികളൊന്നും അല്ല, അതൊരു ക്യാപ്പബിലിറ്റിയെ കുറിച്ചിട്ടാണ്. നമ്മൾ നമ്മുടെ സ്മാർട്ട് ഫോൺസിനാണ് റിലേ ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, വർക്ക്സ്, ഈവൻ എൻ്റർടൈൻമെൻറ്റ് പോലും. ബട്ട് മാനുവൽ ടാസ്കുകൾ ടൈം എടുക്കും ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. ഈ സ്മാർട്ട് ഫോൺസിലുള്ള എഐസ് ഓട്ടോമേറ്റ് ചെയ്യും എന്തിനൊക്കെ ടാസ്കിന്, എന്തെങ്കിലും പ്രെഡിക്ഷൻസ് ആവശ്യമുണ്ടോന്നോ ആൻഡ് ഈവൻ പെർഫോമൻസ് പോലും എൻഹാൻസ് ചെയ്യുന്നതായിരിക്കും. അത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഇല്ലാണ്ട് തന്നെ അതിന് തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് വേർഡ് എന്താണെന്നുള്ളത് സജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഫോട്ടോസ് ഓട്ടോമാറ്റിക്കലി തന്നെ എൻഹാൻസ് ചെയ്യാം. ഓർ ഈവൻ നിങ്ങളുടെ യൂസേജിനനുസരിച്ചിട്ടുള്ള ബാറ്ററി യൂസേജ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പോലും പറ്റുന്നതാണ്. ബട്ട് നിങ്ങളുടെ ഫോൺ എങ്ങനെയാണ് ഇത് അഡാപ്റ്റ് ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ക്യാമറ ക്വാളിറ്റിയാണ് ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് നിൽക്കുന്നത്. ബട്ട് ഈ ഒരു മനസ്സിലായില്ലേ, ഈ ഒരു ആണ് നിങ്ങളുടെ ആ ഫോട്ടോ എങ്ങനെ ഇരിക്കണം എന്നുള്ള രീതിയിൽ പ്രോസസ്സ് ചെയ്ത് പരിപാടികളൊക്കെ ചെയ്യണത്. ഈ സ്മാർട്ട് ഫോൺസ് ഈ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സീൻസ് ഡിറ്റക്ട് ചെയ്യുന്നതും ലോ ലൈറ്റിലുള്ള ഫോട്ടോനെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് നല്ല ക്ലാരിറ്റിയിൽ തരുമല്ലോ, നോയ്സോ അങ്ങനെ പരിപാടികളൊന്നും ഇല്ലാതെ. ആൻഡ് ഈവൻ നിങ്ങളുടെ ഒരു റിയൽ ടൈം എഡിറ്റിങ്ങും പരിപാടികൾ പോലും ഇത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഈവൻ നിങ്ങളുടെ ഫോണിൽ മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റോ ഒന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് ക്യാമറ എടുത്ത് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഫോട്ടോസ് എല്ലാം ക്യാപ്ചർ ചെയ്ത് തരുന്നതായിരിക്കും. അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ. ഈ ക്യാമറയിലുള്ള പരിപാടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇംപ്രസിങ് ആണ്. ബട്ട് ഈ ഡെയിലി ടാസ്കിലും ആപ്ലിക്കേഷൻസിലും അങ്ങനത്തെ പരിപാടികളിൽ എങ്ങനെയാണ് ഇതെന്ന് നോക്കാം. നമ്മൾ നമ്മുടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ മെസ്സേജിങ്ങിലും ഇമെയിലിങ്ങിലും ബ്രൗസിങ്ങിൽ പോലും. പക്ഷേ ഈ ഒരു ഇതെല്ലാം നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ സ്മാർട്ടായിട്ടുള്ള പ്രെഡിക്റ്റീവ് ടെക്സ്റ്റും സ്മാർട്ടായിട്ടുള്ള റിപ്ലൈസും കാലണ്ടർ സജഷൻസ് ആൻഡ് ഈവൻ ആയിട്ടുള്ള അസിസ്റ്റൻസ് ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, ഓർ ഈവൻ ആപ്പിളിൻ്റെ സിറി. ഇതെല്ലാം നിങ്ങളുടെ പരിപാടികളെല്ലാം കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിന് നിങ്ങളുടെ മീറ്റിംഗ് ടൈം സജസ്റ്റ് ചെയ്യാൻ പറ്റും, മെയിൽസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും, ഓർ ഈവൻ നിങ്ങളുടെ മെസ്സേജ് സമ്മറൈസ് ചെയ്യാൻ പോലും ഉള്ള ക്യാപ്പബിലിറ്റി ഇപ്പോൾ ഉണ്ട്. ഇതെല്ലാം അത്യാവശ്യം നല്ല കൂളായിട്ടുള്ള സ്റ്റഫ്സ് ആണ്. പക്ഷെ ഓൺലൈനിലുള്ള പരിപാടികൾ എത്രത്തോളം റണ്ണിങ് ആണെന്നും അതേപോലെ തന്നെ ഈ ഒരു കമ്പനീസിന് വലിയ വലിയ കമ്പനീസ് ഉണ്ടല്ലോ, ഇതിനൊക്കെ ഡേറ്റാസ് ഷെയർ ചെയ്യാണ്ട് എങ്ങനെയാണ് എന്നുള്ള രീതി നമുക്ക് നോക്കാം. ഈ പ്രൈവസി കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ആവശ്യമുള്ള എന്തിനാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പേഴ്സണൽ ഡേറ്റാസ് ക്ലൗഡ് ഉണ്ടല്ലോ അതിലോട്ട് സെൻഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി പുതിയ ടൂൾസും മോഡൽസും ആയിട്ടുള്ള ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാ? ChatGPT ഫോർ ഓൾ ഫോണിൽ ഫോക്കസ് ചെയ്ത് ലോക്കലി റൺ ചെയ്യാൻ വേണ്ടി. മീനിങ് ഓഫ്ലൈനിൽ വർക്ക് ചെയ്യും. ഇത് ടെക്സ്റ്റ് ജനറേഷന് ഹെൽപ്പ് ചെയ്യും, കോണ്ടന്റ്സിനെ സജസ്റ്റ് ചെയ്യും, സ്മാർട്ടർ ആപ്സ് വിത്തൗട്ട് നിങ്ങളുടെ ഒരു ഡേറ്റാസ് ലോസ്റ്റ് ആവാണ്ടും ഷെയർ ചെയ്യാണ്ടും മനസ്സിലായില്ല, ആ ഒരു പ്രൈവസി ഫോക്കസ്ഡ് ആയിട്ട്. സോ നിങ്ങളുടെ സ്മാർട്ട് ഫോൺസ് ഡെസ്ക്ടോപ്പ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളർന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഈ സ്മാർട്ട് ഫോൺസ് ഇവോൾവ് ആവുക ഒരു മെഷീൻസ് ആയിട്ട്. എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റിയും ആൻഡ് ഈവൻ പ്രൈവസി പോലും. സോ നിങ്ങളുടെ നെക്സ്റ്റ് ഫോൺ ജസ്റ്റ് കോളിങ്ങിനും ഫോട്ടോ ക്ലിക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പരിപാടികൾ മാത്രമായിരിക്കത്തില്ല. അത് നിങ്ങൾ അസിസ്റ്റ് ചെയ്യും, പ്രെഡിക്റ്റ് ചെയ്യും ആൻഡ് ഈവൻ നിങ്ങളുടെ ഡെയിലി ലൈഫിനെ ഒപ്റ്റിമൈസ് പോലും ചെയ്യുന്നതായിരിക്കും. ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട് എൻ്റെ സ്മാർട്ട് ഫോണിലുള്ള എത്രത്തോളം നല്ല രീതിയിൽ എൻ്റെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. മനസ്സിലായില്ലേ? എഡിറ്റിംഗ് ആയിരുന്നാലും പ്രെഡിക്റ്റീവ് ടെക്സ്റ്റിംഗ് ആയിരുന്നാലും ഈവൻ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു പരിപാടികളുണ്ടല്ലോ, ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് എനിക്കൊരു പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഉണ്ടായിരുന്ന എങ്ങനെയായിരിക്കും ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. സോ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ജസ്റ്റ് മുന്നത്തെ വീഡിയോസ് ചെക്ക് ചെയ്യുക, ഇനി വരാൻ പോകുന്ന വീഡിയോസിന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതേപോലെ സിമ്പിളും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടെക് സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് ജസ്റ്റ് സബ് ചെയ്യുന്നത് നൈസായിരിക്കും. ഓക്കെ.